അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അറിവിനെ കുറിച്ചാണ്. നമ്മിൽ പല ആളുകൾക്കും അറിവുള്ളവരാണ് അല്ലേ? കൂടുതൽ ആളുകളും, ഭൂരിഭാഗം ആളുകളും അറിവുള്ള ആളുകളാണ്. അറിവ് കൂടിയാലും പ്രശ്നമാണ്, അറിവില്ലെങ്കിലും പ്രശ്നമാണ്. മനുഷ്യരെ ഉന്നതനാക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അറിവ്. അറിവുള്ളവർ സമൂഹത്തിൽ എന്നെന്നും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ കാണുന്ന, നമ്മുടെ ഇരു കണ്ണുകളാൽ കാണുന്ന സംഭവങ്ങളാണ് അല്ലേ? അറിവുള്ള ആളുകളെ ആദരിക്കപ്പെടുകയും ചെയ്യും, ബഹുമാനിക്കപ്പെടുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: നിങ്ങളിൽ അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യരാണോ? അറിവെന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള അറിവും ഇതിൽപ്പെടും. ഭൗതികപരമായ അറിവായിക്കോട്ടെ, അല്ലെങ്കിൽ മതപരമായ അറിവായിക്കോട്ടെ, എല്ലാവരും ഇതിൽപ്പെടും. എന്തറിവുള്ള ആളുകളാണെങ്കിലും ജനങ്ങൾ എന്താക്കും? ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: നിങ്ങളിൽ അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യരാണോ? ഏത് കാര്യത്തെക്കുറിച്ചും അറിവുണ്ടായിരിക്കുക എന്നത് വലിയ മഹത്വം തന്നെയാണ്. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച അള്ളാഹു അദ്ദേഹത്തിന് സർവ്വ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു അല്ലെ? അത് നബിക്ക് എല്ലാ വസ്തുക്കളുടെ പേരും പഠിപ്പിച്ചു കൊടുത്തു. അതെന്താക്കുന്നുണ്ട്? ഖുർആൻ പറയുന്നുണ്ട്. ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്ന എല്ലാ പ്രവാചകന്മാരും നല്ല വിവരമുള്ളവരായിരുന്നു. ഒരു പ്രവാചകനും വിവരമില്ലാത്ത ഒരാൾ നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാ പ്രവാചകന്മാരും വളരെ വിവരമുള്ള, വളരെ ബുദ്ധിശാലിയും നല്ല കഴിവുള്ള ആളുകളുമായിരുന്നു. അറിവുള്ളവർ സമൂഹത്തിൽ ഏറെ ആദരിക്കപ്പെടുന്നത് നാം കണ്ടിരിക്കും അല്ലേ? നമ്മൾ കാണാറുണ്ട് നമ്മുടെ നാട്ടിലെ അറിവുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഉസ്താദുമാര്, അവരൊക്കെ സമൂഹത്തിൽ നല്ല ആദരിക്കപ്പെടുന്ന ആളുകളാണ്. ഒരു പണ്ഡിതനും ഒരു സാധാരണക്കാരനും യാത്ര ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. ഒരു വാഹനത്തിൽ ഒരു പണ്ഡിതനും യാത്ര ചെയ്യുന്നു, സാധാരണക്കാരനും യാത്ര ചെയ്യുന്നു. വഴിയിൽ പണ്ഡിതന്റെ കൈ പിടിക്കാനും വിശേഷങ്ങൾ തിരക്കാനും ആളുകൾ തിരക്ക് കൂട്ടുന്നത് നമുക്ക് കാണാം. അറിവില്ലാത്ത ആളെ ആരും പരിഗണിക്കുന്നതായി കാണില്ല. അറിവുള്ളവർ മരണപ്പെട്ടാലും അവരെ കുറിച്ച് പറയാൻ ധാരാളം ആളുകൾ ഉണ്ടാവും അല്ലെ? അറിവില്ലാത്തവർ വരുന്നതോടെ അവനെ ആളുകൾ മറന്നുപോകും. പക്ഷെ അറിവുള്ള ആളുകളാണെങ്കിലോ കാലങ്ങളോളം സ്മരിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും എങ്ങനെയെങ്കിലും പഠിച്ചത് കൊണ്ട് അറിവുണ്ടാകണമെന്നില്ല. അതിന് ചില മര്യാദകളൊക്കെ പാലിക്കണം. കാര്യഗൗരവത്തോടെ പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബഹുമാനിക്കുക, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക എന്നിവയൊക്കെ മുഖ്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് എന്തുണ്ടാവുകയുള്ളൂ? അറിവുണ്ടാവുകയുള്ളൂ. അത്തരത്തിലുള്ള അറിവിനെ സ്ഥാനം ലഭിക്കുകയും ചെയ്യുള്ളൂ. ഞാനൊരു കാര്യം മാത്രം നടത്തിയിട്ട് എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ കുട്ടികളുണ്ട് അല്ലേ? നിങ്ങളൊക്കെ കുട്ടികളാണ് അല്ലേ? ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന ചില ആളുകൾ വലിയ മുതിർന്ന ആളുകളുണ്ടാകും, ചെറിയ ആളുകളുണ്ടാകും, അതിലും ചെറിയ കുട്ടികളുണ്ടാകും. അപ്പൊ കുട്ടികൾ പഠിച്ചു വളരേണ്ട കാലമാണിപ്പോൾ. അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടും നാം അതൊന്നും ഉപയോഗിക്കപ്പെടുന്നില്ല. ആർക്കോ വേണ്ടി പഠിക്കുകയാണ് പലരും. ഉമ്മ വഴക്ക് പറയുമോ, ഉസ്താദ് കണ്ണുരട്ടുമോ, അല്ലെങ്കിൽ ടീച്ചർ കണ്ണുരട്ടുമോ എന്ന് പേടിച്ചിട്ടാണ് നമ്മൾ പലരും പഠിക്കുന്നത്. ഇതുകൊണ്ട് നാം ഒരിക്കലും പുരോഗതി ഉണ്ടാവില്ല. നമുക്കൊരു പുരോഗതി ഉണ്ടാവില്ല, നമ്മൾ എവിടെയും എത്തൂല. മാത്രമല്ല നമ്മെ ആദരിക്കപ്പെടുകയുമില്ല. ആയതിനാൽ നാം അറിവിന്റെ മഹത്വം ഉൾക്കൊള്ളണമെന്നും നല്ല അറിവുള്ളവരായി തീരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം നിർത്തുകയാണ്.